ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കേരള ലഞ്ച് മെനുവിൻ്റെ 39ാമത്തെ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ 3 സിമ്പിളായിട്ടുള്ള ഡിഷസ് ആണുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പരിപ്പും മാങ്ങയും കൂടി ഉള്ളൊരു പുളിങ്കറിയാണ്. മധുരക്കിഴങ്ങ് കൊണ്ടൊരു മെഴുക്ക് വരട്ടി, പിന്നെ ചീര കൊണ്ടൊരു തോരൻ, പിന്നെ ചോറും. സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് കറി തുടങ്ങാം. അതിന് ഞാൻ പരിപ്പ് ഓൾറെഡി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മാങ്ങ വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി മാങ്ങ വേവുന്നവരെ ഇതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. അടുത്ത ചീരത്തോരനാണ്. അതിന് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുകും ഉഴുന്നും പരിപ്പും കുറച്ച് അരിയും പച്ചരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതൊന്ന് 2 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം അരിഞ്ഞ ചീര ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വാടുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ചീര നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കായി തീരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ചീരത്തോരൻ റെഡി. അപ്പോൾ ഇവിടെ പരിപ്പും മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു തിള വരട്ടെ. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്തിടാനായിട്ട് കടുക്, ഉലുവ, മുളക്, കരിവേപ്പിലയും കൂടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അടുത്ത് എണ്ണ ചൂടാക്കി കടുകും കരിവേപ്പിലയും പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് സവാളയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് മധുരക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മധുരക്കിഴങ്ങിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് മെല്ലെയാണത് വേവിച്ചെടുക്കേണ്ടത്. നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ഒരു മിനിറ്റും കൂടി കുക്ക് ചെയ്താൽ നമ്മുടെ മധുരക്കിഴങ്ങും റെഡി. അപ്പോൾ ഈ മെനൂസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ മെനുവുമായിട്ട് വരുന്നവരെ ബൈ.